ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. ഞാനിപ്പോൾ വന്നത് ഇപ്പോൾ സമയം രാത്രി 3:15 സമയം. ഞാനിപ്പോൾ വന്നത് ജാംനഗറിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന് രാജസ്ഥാനിലേക്ക് ഒരു ട്രിപ്പാണ്, 3 ദിവസത്തെ ട്രിപ്പാണ് രാജസ്ഥാനിലേക്ക്. അപ്പം ഇനി രാവിലെ ഇപ്പം 3:15 ഞാനിപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് അടുത്തുള്ള വേറൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സബർമതി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നാണ് എനിക്കുള്ള ട്രെയിൻ രാജസ്ഥാനിലേക്ക്. അപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ജോധ്പൂരിൽ ഏകദേശം ഉച്ചയാകുമ്പോൾ നമ്മൾ ജോധ്പൂരിലെത്തും. അപ്പോൾ ജോധ്പൂരൊക്കെ കറങ്ങിയതിന് ശേഷം പിന്നെ രാത്രി ജയ്സാൽമീറിൽ പോകും. പിന്നെ നാളെ ജയ്സാൽമീറിൽ കറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ തിരിച്ചു വന്നിട്ട് ചിലപ്പം ഒരു ദിവസം അഹമ്മദാബാദിൽ കറങ്ങും. അതാണ് ഈ യാത്രയിലെ പ്ലാന്. അപ്പോൾ ഈ യാത്രയിൽ മുഴുവനും ഞാൻ രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിലാണ്. പകൽ സമയം സ്ഥലങ്ങൾ കാണുക, അങ്ങനെയുള്ളൊരു ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാലും നമുക്ക് പോകാനുള്ള ട്രെയിന് സബർമതി ടു ജോധ്പൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 6:40 പോവുക. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുള്ളൂ. സമയം ഉച്ചയായി, 12:30 ആയി. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ഏതോ ഒരു സ്റ്റേഷനിലാണ്. 2:30 നമ്മൾ എത്തുന്നത്. ജോധ്പൂരിൽ എത്തുന്നത് 2:30. ഇവിടുത്തെ ആളുകളൊക്കെ കണ്ടാണ്ട് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് രാജസ്ഥാൻ. നമ്മളെ ട്രെയിന് ഒരു അരമണിക്കൂർ വൈകിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 2:30 എത്തേണ്ടതാണ് നമ്മൾ ജോധ്പൂരിൽ. ഇപ്പോൾ 2:30 ആയി. എത്തിയിട്ടുള്ളത് ലൂണി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാണ്. ഇതിൽ ട്രെയിനിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇല്ല. പിന്നെ ഇതുവരെ ഇങ്ങനെ പുറത്തുനിന്ന് സാധാരണ കച്ചവടം ചെയ്യുന്ന ലഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ ലൂണിയിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് രസഗുള്ള എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു ഡബ്ബ വെക്കുന്നുണ്ട്. കിത്തന ഭായ്? 100 റുപ്യ. 100 റുപ്യാണ് കേട്ടോ അതിന്. ഇത് ലൂണിയിലെ സ്പെഷ്യലാണെന്നാണ് അവർ പറഞ്ഞത്. വെറൈറ്റി ഉള്ള കച്ചവടമാണ് ഇത്. പക്കോട പോലത്തെ ഒരു സാധനം. ഈ പക്കോട മേടിക്കാം നമുക്ക്. ബിസ്ന അങ്ങനെ നമ്മൾ ജോധ്പൂർ എത്തി. അപ്പം സമയം 3:30 ആയി. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ലേറ്റായി. അരമണിക്കൂറിൽ 3/4 മണിക്കൂറോളം ലേറ്റാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ജസ്വന്ത് താഡ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ മുൻപത്തെ യാത്രയിൽ കാണാത്തൊരു സ്ഥലമാണ് ജസ്വന്ത് താഡ. അതുകൊണ്ടാണ് ഫസ്റ്റ് അവിടെ പോകാൻ. പിന്നെ അത് 5 മണി വരെയാണ് സമയം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആദ്യം അവിടെ എത്തണം. അതിന് ശേഷം ഇവിടെ ഒന്ന് കറങ്ങി നടക്കണം ജോധ്പൂർ. 9 മണിക്കാണ് നമ്മൾ അടുത്ത ട്രെയിൻ ഇവിടുന്ന് ജയ്സാൽമീറിലേക്ക്. ഈ ജോധ്പൂരിൽ ശരിക്കും 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് മെയിനായിട്ട്. ഒന്ന് ഇതാണ് മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, ജെയു എന്ന് പറയും. പിന്നെ ഒരുപാട് ട്രെയിനുകൾ വരുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു സ്റ്റേഷനിലാണ്, ബഗർ കി കൊത്തി എന്നാണ് അതിന് പറയുന്നത്. അവിടെയാണ് അധികം ട്രെയിനുകൾ ഉണ്ടാവല്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഭാഗം. അപ്പം
ഓട്ടോറിക്ഷക്കാരൊക്കെ നമ്മളോട് 200-300 പറയുന്നത് അവിടേക്ക് പോകാൻ. ആകെ 3 കിലോമീറ്ററാണ് ദൂരം ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തണം. അവസാനം നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. അത് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളടുത്ത് സമയമില്ല. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, പക്ഷേ 5 മണി വരെ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ബാർഗെയിൻ ചെയ്ത് സമയം കളയാനില്ല. ഈ മെഹ്റാൻഗട്ട് ഫോർട്ട്, ആ കാണുന്നതാണ് മെഹ്റാൻഗട്ട് ഫോർട്ട് കേട്ടോ. ഫോർട്ട് അതിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് ഈ ജസ്വന്ത് ടാഡ് ഉള്ളത്. ഭയങ്കര ഒരു വെറൈറ്റി ആംബിയൻസ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ പാറകളൊക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ഞാൻ അവിടെ മെഹ്റാൻഗട്ട് ഫോർട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയില്ല. ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഉള്ള ഇമ്പ്രഷൻ ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ചില ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു, പക്ഷേ എത്ര പ്രതീക്ഷയില്ല. ഒരു തടാകത്തിൻ്റെ കരയിലാണ്, ഒരു ചെറിയൊരു തടാകം, അതിൻ്റെ കരയിൽ. ഇത് ഒരു സിനോട്ടോപ്പാണ് കേട്ടോ. സിനോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശവസംസ്കാരം അടക്കം ചെയ്യുന്ന നമ്മൾ താജ്മഹലൊക്കെ പോലത്തെ ഒരു സാധനമാണ്. മുസോളിയം സാധനം. അവിടെ ഒരു ഫോർട്ടിൻ്റെ ഒരു കില്ലൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് നിങ്ങൾ. അത് മെഹ്റാൻഗട്ട് ഫോർട്ടിൻ്റെ ആണ്. ഇവിടെ വരുന്നവർ ഒരിക്കലും മെഹ്റാൻഗട്ട് ഫോർട്ട് മിസ്സാക്കരുത് കേട്ടോ. ഞാൻ പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഞാൻ മിസ്സായ സ്ഥലമാണ് ഈ ജസ്വന്ത് ടാഡ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ജോധ്പൂരിലെ ഫസ്റ്റ് പ്രയോറിറ്റി മെഹ്റാൻഗട്ട് ഫോർട്ടാണ്. ഇത് രണ്ടാമത്താണ് വരുന്നത്, മനസ്സിലായില്ല. അത് ഒരു അര ദിവസം കാണാൻ മാത്രം ഉണ്ട് അവിടെ പിന്നെ മെഹ്റാൻഗട്ട് ഫോർട്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതുണ്ട്, ബ്ലൂ സിറ്റി ഉണ്ട്. ആ നേരെ കാണുന്നതാണ് മെഹ്റാൻഗട്ട് ഫോർട്ട്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോധ്പൂർ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ കിട്ടും. ഇതാണ് ജോധ്പൂർ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ. കണ്ടാ, അടിപൊളിയല്ല. ഈ കാണുന്ന ഭാഗമാണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗമാണ് ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചിത്രത്തിലൊക്കെ ഫുള്ള് ബ്ലൂ കാണും, പക്ഷേ റിയലായിട്ട് അത്ര ബ്ലൂ അല്ല. ചില ബ്ലൂ അല്ലാത്ത വീടുകളും ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ജോധ്പൂർ ബ്ലൂ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനത്തെ കൂടുതൽ വീടുകളുള്ളത് ആ മെഹ്റാൻഗട്ട് ഫോർട്ടിൻ്റെ താഴോട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു 360 വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അവിടെ മെഹ്റാൻഗട്ട് ഫോർട്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഈ സിറ്റി, നമ്മൾ ജോധ്പൂർ സിറ്റി. ഇതിൻ്റെ ബാക്കിലാണ് നമ്മളിപ്പോൾ ഇതുള്ളത്, ജസ്വന്ത് ടാഡ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 30 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. 30 രൂപ ടിക്കറ്റ്. പിന്നെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിൻ്റെ സമയം. അപ്പോൾ 5 മണീൻ്റെ മുന്നേ വരണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ധൃതി പിടിച്ച് വന്നത്. ശരിക്കും 100 രൂപക്കുള്ള ഓട്ടം ഉണ്ട് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട്. ഇതൊക്കെ നല്ല രസമുള്ള, ഭയങ്കര വൃത്തി ഇവിടെ. അതാണ് ഏറ്റവും രസം. ഇത്രയും ആൾ വന്നിട്ടും നല്ല വൃത്തി. അതുപോലെ തന്നെ ഒരു വിർജിനായിട്ടുള്ളൊരു സ്ഥലം പോലെ. അതായത് വേസ്റ്റുകളൊന്നും അങ്ങനെ കാണാതെ. പിന്നെ ഒരു ചുറ്റും മലകൾ, പാറ, അതിൻ്റെ നടുവിലൊരു സ്ഥലം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സംഭവം. പിന്നെ ഗൈഡ് വേണമെങ്കിൽ കിട്ടും, 150 രൂപക്ക് ഗൈഡ് കിട്ടും. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അതൊക്കെ തന്നെ സംഭവങ്ങൾ. പിന്നെ ഇത് രാജസ്ഥാനിൽ എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ്, മ്യൂസിക്, ഡാൻസ്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മഹാരാജ സർദാർ സിംഗ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ജസ്വന്ത് സിംഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതാണ് ജസ്വന്ത് സിംഗ് ടാഡ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 1899 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു മുസോളിയം, അതൊരു ശവമടക്കിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലമാണ്. സിനോട്ടോപ്പ് എന്നാണ് അതിന് പറയുന്നത്. രാജകുടുംബത്തിൻ്റെ സിനോട്ടോപ്പാണ്, അതായത് ശ്മശാനാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് മാർബിളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ എല്ലാ സ്ട്രക്ചറും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ചുവന്ന കല്ലുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മാർബിളാണ്. അത് നമുക്ക് മെയിൻ ബിൽഡിങ്ങിൽ ഇവിടെ കാണാൻ കഴിയും. മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഇവിടെ ഇത് അടയ്ക്കുന്നവരെ ഇവിടെ തന്നെ കറങ്ങും. അതിനുശേഷം പിന്നെ ഉള്ളതൊന്നും കാണാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം അടച്ചു പോകും. 5 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മാർക്കറ്റുകളിലൊക്കെ കറങ്ങി നടക്കുക, ഭക്ഷണം കഴിക്കുക, വെറൈറ്റിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 9 മണിക്കാണ് നമ്മൾ ട്രെയിനുള്ളത് അടുത്തത് ജയ്സാൽമീറിലേക്ക് പോകുക. അത്ര ഇതിൻ്റെ ചുറ്റും നല്ല രസം, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് അവിടെ തടാകത്തിൽ. ഈ മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ പോലെ ഉള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ ആ കാണുന്നത് എരണ്ടെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു പക്ഷിയാണ്. പിന്നെ താറാവുള്ള പക്ഷികളുണ്ട്. വാവ്, ഇതിൻ്റെ പിന്നിലൊക്കെ ഒന്ന് വന്ന് നോക്കണം. ഒരു വിസ്റ്റിക് വേൾഡാണ് കേട്ടോ. അതായത് നമ്മൾ ആളുകളുടെ ഒരു ശല്യം ഇല്ലാതെ ഒരു നാച്ചുറലായിട്ട് പ്രിസർവ് ചെയ്ത പോലെയുള്ള ഒരു സ്ഥലം, വിർജിനായ പോലുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റും. ശരിക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം, വളരെ പീസ്ഫുള്ളായിട്ട്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്ത് തകർക്കാം, എടുത്ത് മരിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് സിറ്റിയുടെ വ്യൂ കാണും. ഇപ്പം നമുക്കത് ആ ഭാഗത്ത് സിറ്റി കാണുന്നില്ലേ, അതുപോലെയുള്ള വ്യൂ കാണും ചുറ്റും നല്ല. ഇവിടെ താഴെയും കുറച്ച് ലോൺ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിന്ന പ്ലാറ്റ്ഫോമിൻ്റെ താഴെ വന്നിരിക്കാൻ, ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയുള്ള സ്ഥലങ്ങളുണ്ട്. സിറ്റിയൊക്കെയാണ് ജോധ്പൂർ സിറ്റി പരന്ന് കിടക്കുന്നത്. അവിടെ ഒരു ബിൽഡിംഗ് കാണാൻ കേട്ടോ, ഒരു വലിയൊരു ഇത് മോസ്കോ പോലൊരു സംഭവം കാണാനുണ്ട്. എന്താണെന്നാവും. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മെഹ്റാൻഗഡ് ഫോർട്ട്. അവിടെ മെഹ്റാൻഗഡ് ഫോർട്ടിൽ നിന്ന് ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് താഴെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരു ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു. നമുക്കൊന്ന് കയറി വെക്കാം. ഇവിടെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്നവർക്ക് യാതൊരു ശല്യമില്ല. എത്ര ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ആരും ശല്യം ചെയ്യാനില്ല, സ്റ്റോപ്പ് ചെയ്യാനില്ല, ഇഷ്ടം പോലെ എടുത്തോളാം. മറ്റിടത്തൊക്കെ നമ്മൾ ക്യാമറ ബുക്ക് ചെയ്യുക, അപ്പം വരും ക്യാമറക്ക് ടിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ക്യാമറ ഇവിടെ വീഡിയോ പാടില്ല, ഇവിടെ റെസ്ട്രിക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഉള്ള സ്ഥലം കേട്ടോ. ഇത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം ആയിരിക്കും ജസ്വന്ത് സിംഗ് ആയിരിക്കും, മഹാരാജ ജസ്വന്ത് സിംഗ് ആയിരിക്കും. ഹിന്ദു ഇതനുസരിച്ചിട്ട് നമ്മളവർ ബറി ചെയ്യുമ്പോൾ ക്രിമേഷനാണല്ലോ, പിന്നെ അതിൻ്റെ ഭസ്മം അങ്ങനെയൊക്കെ അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഓർമ്മയ്ക്കായിട്ടുള്ള സംഭവം, അതല്ലാതെ ഡെഡ് ബോഡിയുടെ ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ, പിന്നെ ഭസ്മമല്ല ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും ചിലർ പറയുന്നത്, ഹിസ്റ്റോറിക്കലി പറയുന്നത് ഇതൊരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നത്. അതായത് മുസ്ലിം രാജാക്കന്മാർ പിന്നെ അവരുടെ ഖബറൊക്കെ അങ്ങനെ വലിയ ഇതൊക്കെ ഉണ്ടാക്കി, ദർഗകളും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ്, അപ്പോൾ അതിന് ഇവർക്കും അതുപോലെ തോന്നി, ഞങ്ങൾക്കും ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത്. ഒരു സ്മാരകം, മ്യൂസിയം ഒക്കെ ഞങ്ങൾക്കും വേണം തോന്നിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റാണ് പറയുന്നത്. കാരണം ഇതൊക്കെ അതിന് മുഗൾ കാലഘട്ടത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പിന്നെ നമ്മളിപ്പോൾ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ. പിന്നെ പാദരക്ഷകൾ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പാദരക്ഷകൾ, ഒറിജിനൽ അന്ന് ഉപയോഗിച്ചതായിരിക്കില്ല, ഓർമ്മയ്ക്ക്. അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, രാജാവിൻ്റെ സാന്നിധ്യത്തിൽ രാജാവിൻ്റെ പാദരക്ഷ വെച്ചിട്ട് പൂജിക്കുക, അല്ലെങ്കിൽ അതിനെ സിംഹാസനത്തിൽ ഇരുത്തുക. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഈ രാജവംശത്തിലെ എല്ലാവരുടെയും ഫോട്ടോകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഈ സംഭവമാണ്, കപ്പട മീശ, പിന്നെ വീതുളി കൃതാവ്. മീശയിൽ വെറൈറ്റിയാണ് അതൊക്കെ. പുള്ളിൻ്റെ മീശയും താടിയും ഇതായിട്ട്, ഈ പുള്ളിൻ്റെ മീശ നോക്ക്, റാവു കന്നഡ് പാൽ. മീശയിൽ ഫാഷൻ ആണെങ്കിൽ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇതൊക്കെ മീശ നോക്ക്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല, അവിടെ ഒരു പള്ളി പോലെ ഒരു സാധനം കാണാനുണ്ടെന്നത് ഉമേദ് ഭവൻ പാലസ് ആണ് കേട്ടോ. പിന്നെ ഈ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഒരു ഗൈഡ് ഒരാളോട് പറയുന്നത് കേട്ടതാണ്, ഞാൻ കോപ്പി അടിച്ചതാണ്. ലോകത്തിൽ 3ാമത്തെ വലിയ വാൾ ഇതാണ് അല്ല.
പിന്നെ മതിൽ. അതായത് ഒന്നാമത്തത് ചൈനീസ് വാൾ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, രണ്ടാമത്തത് കുംഭേൽഘട്ടിലുള്ളത്, ഇത് മൂന്നാമത്തത്. അപ്പോൾ അത് സംഭവം തന്നെയാണല്ലോ. ഇടക്കിടക്ക് വാച്ച് ടവറൊക്കെ കണ്ട 10-16 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ വലിപ്പട്ട. കുംഭേൽഘട്ടിൽ ഇതിനേക്കാൾ വലുതാണ്, ഞാൻ കണ്ടിട്ടില്ല, അത് നമ്മൾ ലിസ്റ്റിൽ പെട്ടതാണ്. ശരിക്ക് സൂര്യാസ്തമയത്തോട് അടുപ്പിച്ചുള്ള സമയത്തായിരിക്കും ഇവിടെ ഏറ്റവും രസം ഉണ്ടാവല്. പക്ഷേ ഇവർ 5 മണിയായ കറക്റ്റായി ഇവിടുന്ന് ആളുകൾ ഓടിക്കുന്നുണ്ട്. ആ ഒരു ഇത് ആംബിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണല്ലോ, ഗോൾഡൻ അവേഴ്സ്. आपका नाम क्या है भाई? हमारा नाम बीरबल राम है सर। ओके, इधर से जैसलमेर से, सॉरी जोधपुर से? नहीं, हम नागौर की साइड में बावड़ी गांव है, से 60 किलोमीटर दूर। अच्छा, हर दिन इधर आता है? हाँ, हर दिन आता है ना। ये इंस्ट्रूमेंट का नाम क्या है भाई? इनका नाम रावण हत्ता है जी। रावण हत्ता बोलते हैं ना। ये नारियल से बनता है यहाँ पर। हाँ, ये जो चमड़े का बनता है। अच्छा। ये जो सिंग होता है इन्हीं का बनता है। ये बांस की लकड़ी का होता है। अच्छा। और ये वाला तो मेटल के तार है, और ये घोड़े के पूंछ के बाल लगते हैं। अच्छा, ये पूरा नेचुरल में बना है? आप लोग बनाते हैं? हम ही लोग बनाते हैं। ये घोड़ा के वो पूंछ के बाल होते हैं। ഇത് കുതിരയുടെ രോമം കൊണ്ടുണ്ടാക്കുന്നതാണ് പറയുന്നത് കേട്ടാ. പിന്നെ അത് തേങ്ങയാണ് നമ്മൾ കാണുന്നത്, നാരിയലിൻ്റെതാണെന്ന് പറയുന്നത്. ये वाला भी घोड़े के पूंछ, घोड़े का, കുതിരയുടെ രോമാണത്. ഓക്കെ, അച്ഛാ. ഇനി നമുക്കിവിടെ സമയത്തിന്റെ പ്രശ്നമൊന്നുമില്ല, ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പം ഇനി 9 മണി വരെ ജോധ്പൂരിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കിട്ടിയാൽ ഭക്ഷണം കഴിക്കുക. പിന്നെ അതുപോലെ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വരുന്ന വണ്ടിക്ക് കയറി പോവുക, അല്ലെങ്കിൽ നടന്ന് താഴെ ഇട്ടെത്തുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഗല്ലികളിലൂടെ നടക്കുന്നത് നല്ല രസമുള്ള പരിപാടിയായിട്ടാ. ശരിക്കും നോർത്ത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗല്ലികളിൽ കറങ്ങണം. നമ്മൾ പല വ്യത്യസ്തമായ ആളുകൾ, പലതരം കച്ചവടങ്ങൾ, വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. അതായത് ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമല്ല, അതിന് പുറത്തുള്ളൊരു ലോകം കൂടി നമ്മൾ കാണണം. ഇവിടെ ഒരു തടാകമുണ്ട്. ഈ തടാകത്തിൻ്റെ പേര് ഗുലാബ് സാഗർ എന്നാണ്. ഗുലാബ് സാഗർ തടാകം. ഇതൊന്നും നമ്മൾ തിരഞ്ഞു വരുന്നതല്ല കേട്ടോ, നമ്മളിങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ കാണുന്നതാണ് തടാകം. തടാകം എന്നൊക്കെ പറയാൻ പറ്റൂല, ഒരു വലിയൊരു കുളം. ചിലപ്പോൾ ഇതൊരു വലിയ തടാകമായിരിക്കും, പിന്നെ ഇങ്ങനെ വികസിച്ച് വന്ന് ആളുകൾ വീടൊക്കെ വെച്ച് കുറഞ്ഞതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മെഹ്റാൻഗഡ് ഫോർട്ട്, അവിടെ ലൈറ്റ് ഇട്ട് തുടങ്ങുന്നുണ്ട്. രാത്രിയാണ് നല്ല വ്യൂ ഉണ്ടാവുക. അവിടെ കുറച്ച് ബ്ലൂ കളർ കാണുന്നുണ്ടോ? കാണുന്നറിയില്ല കേട്ടോ ക്യാമറയിൽ. അതാണ് ബ്ലൂ സിറ്റിയുടെ ഭാഗങ്ങൾ. ഇവിടെയൊക്കെ കിടക്കുണ്ടാക്കുന്ന ആളുകളാണ്. ഇത് കൂടുതൽ മുസ്ലിങ്ങളുള്ളൊരു ഗല്ലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ മാർക്കറ്റാണ് സർദാർ മാർക്കറ്റ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പിന്നെ ഘണ്ടാഘർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഘണ്ട എന്ന് പറഞ്ഞത് സമയത്തിനെയാണ്. അവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഘണ്ടാഘർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ തേടി വന്ന ഘണ്ടാഘർ, ഒരു ക്ലോക്ക് ടവർ കണ്ടില്ല. ഇവിടെ ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ്. മൊത്തത്തിൽ കളർഫുള്ളാണ്. മസാലകളൊക്കെ ആൾക്കാർ ലൂസായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട്.
ഇത് വമ്പിച്ച മാർക്കറ്റ് കേട്ടോ, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് 4 ഭാഗത്തൊക്കെ ഉണ്ട്. ഏത് ഭാഗത്ത് പോകണം നമ്മൾ കൺഫ്യൂഷൻ ആവും. ഇവിടേക്ക് എന്താ പറയുക, ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് കടയിൽ കയറണം എന്ത് വാങ്ങണം എന്ന്. എല്ലാ അടിപൊളി സാധനങ്ങൾ. സത്യത്തിൽ ഞാൻ ഈ മാർക്കറ്റുകൾക്ക് ഇറങ്ങുന്നത് ഷോപ്പിങ്ങിനോട് ക്രേസ് ഉണ്ടായതുകൊണ്ടൊന്നല്ല കേട്ടോ, വെറുതെ കാഴ്ച കാണാൻ നടക്കുന്നതാണ്. അവിടുത്തെ ഒരു വൈബ് ഒരു പ്രത്യേകം തന്നെയാണ് അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് തിരഞ്ഞു പോവാണ്. ബൊമ്പ മോഹല്ല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് നോൺ വെജ് ഫുഡുകൾ കിട്ടുക. ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നല്ലൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം ഇവിടെ കറങ്ങുക, അത്രയേ ഉള്ളൂ. ये സിങ്കോടാനാ, സിങ്കോടാന്ന് പറഞ്ഞ സാധനം. സിങ്കോടാനാ സിങ്കോടാന്ന് പറഞ്ഞ സാധനം. അത് പുഴുങ്ങിയത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബിരിയാണി ഒപ്പിച്ച് 100 രൂപയാണ് ഈ ബിരിയാണി കിട്ടാം. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഒരു കടയിലെ ഈ കത്തി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർ ഈ ഇതുണ്ടാക്കുന്നത് വാളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ, നമ്മളെ കത്രികയാണ്. പക്ഷേ വാള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കടാര ഇതൊക്കെ കണ്ടില്ല. ഇത് വലിയ വലിയ കത്തി, ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ജയ്സാൽമീറാണ് കേട്ടോ. അപ്പോൾ ജയ്സാൽമീറിൽ രാവിലെയാണ് എത്തൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാവിലെ ജയ്സാൽമീറിന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള അവസ്ഥ വളരെ വിചിത്രമാണ് കേട്ടോ. ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊക്കെ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. പൊതുവേ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ രാജസ്ഥാൻ, നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തി തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലായിടത്തും ആളുകൾ പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് പൊതച്ചു കൂടിയൊക്കെ കിടക്കുന്നുണ്ട് ചിലർ. കണ്ടില്ലേ, സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാണ്. ഇവിടെ നിലമൊക്കെ വൃത്തി തന്നെയാണ്.